അപ്പോൾ തീർത്ഥാസ് ടൂത്ത് അഫെയറിൽ വരുന്ന ഒരു പേഷ്യൻറ്റിന് എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് എപ്പോഴും പേഷ്യൻ്റ് ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത്. സോ അതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, നമുക്കിവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പല്ലിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. അഡ്വാൻസ്ഡ് എക്സ്റേസ് ഉണ്ട്, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ എക്സ്റേ ഉണ്ട്. അതായത് ചില പ്രശ്നങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ 2 ഡയമെൻഷണലും 3 ഡയമെൻഷൻ CBCT സ്കാൻസ് ഉണ്ട്. സോ ഒരു പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കുറച്ചുകൂടെ പ്രിസൈസായിട്ട് പ്ലാൻ ചെയ്യാനും, പിന്നെ അഡ്വാൻസ് ലേസേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് പണ്ട് മോണയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പണ്ട് ബ്ലേഡ് അല്ലെങ്കിൽ സ്കാൽപ്പൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേസേഴ്സ് ഉപയോഗിച്ച് ബ്ലഡ്ലെസ് ഫീൽഡായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഫിയർ ആൻഡ് ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് സെഡേഷനുണ്ട്. സോ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ പേഷ്യൻസിന് ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെങ്കിൽ മെഡിക്കൽ ലാബ്സ് ഉണ്ട്, പിന്നെ ഫാർമസി ഉണ്ട്, പിന്നെ സ്പെഷ്യൽ കെയർ നീഡ്സ് ഉണ്ട്. അതായത് വീൽ ചെയർ ഫെസിലിറ്റീസ് ഉണ്ട്, എക്സ്റേ ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. സോ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചായിട്ട് ഏതൊരു പേഷ്യൻ്റ് വന്നാലും അവർക്കൊരു സ്പെഷ്യൽ കെയർ കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് അവരെ ഹാപ്പി ആയിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് ബെറ്ററാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്.